അവർ കണ്ടിട്ട് ഒന്ന് ഇറങ്ങും. അത് കഴിഞ്ഞാൽ ഞാൻ പാർട്ടി ഓഫീസിലിരിക്കാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ചെറുതുരുത്തി അവിടെ ഓഫീസിൽ. ഇപ്പോൾ വെള്ളത്തോളിനഗർ ഏരിയ കമ്മിറ്റി ആയപ്പോൾ ആ കമ്മിറ്റി ഇപ്പോൾ തൽക്കാലം ചെറുതുരുത്തി ലോക്കൽ കമ്മിറ്റി ഓഫീസിലാണ് ഏരിയ കമ്മിറ്റി ഓഫീസും പ്രവർത്തിക്കുന്നത്. അവിടെ ആ കേന്ദ്രത്തിലുണ്ടാവും. പിന്നീട് അതിനനുസരിച്ച് ഞാൻ അങ്ങോട്ട് പോകാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നത്തെ ഒരു പ്രതീക്ഷ എന്ന് പറയുമ്പോഴേ 100% കോൺഫിഡന്റ് ആണ് താങ്കൾ പറഞ്ഞു, വളരെ കോൺഫിഡന്റ് ആയിട്ട് കാണപ്പെടുന്നത്. ഈ തെരഞ്ഞെടുപ്പിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് തോന്നുന്നു? ഒരു ഫിഗറിലോട്ട് പോകാൻ പറയാൻ കഴിയുമോ ഇപ്പോൾ? ഇല്ല, ഞാനിപ്പോൾ അത് പറയുന്നില്ല. കാരണം നല്ല ഭൂരിപക്ഷം ഉണ്ടാവുമെന്ന് പറഞ്ഞത് അതെല്ലാം മനസ്സിൽ വെച്ച് തന്നെയാണ് പറയണത്. പക്ഷേ ഞാനിപ്പോൾ അത് പറയുന്നില്ല. ഏതായാലും ഇത് കഴിഞ്ഞിട്ട് ഞാൻ കൃത്യമായി നിങ്ങളോട് പറയാം. സ്ഥാനാർത്ഥികൾ പറയാറുണ്ട്. പാർട്ടി പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അതെ, അത് ഏകദേശം നമ്മൾ ഒരു അപ്രോക്സിമേറ്റ് എല്ലാം ഇങ്ങനെ പറയാം, ഒരു വിലയിരുത്തലാണ്. ഇല്ല കുറേ തെരഞ്ഞെടുപ്പ് കണ്ടതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ജനം എന്ത് വിധി നടത്തിയാലും അതിനോട് സഹകരിക്കാമെന്നാണ്. പക്ഷേ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ 100% കോൺഫിഡൻറ്റോട് കൂടിയാണ് ദപ്പ വീട്ടിൽ നിന്ന് ഇറങ്ങി വോട്ട് എണ്ണൽ കേന്ദ്രത്തിലേക്ക് പോകുന്നത്. വീട്ടിൽ ഇറങ്ങണം, ഇപ്പം തിരിച്ചമ്മലായിട്ട് വരും. അതെ, ആദ്യ റൗണ്ട് തന്നെ വരവൂർ പഞ്ചായത്തും അത് കഴിഞ്ഞാൽ ദേശമംഗലമൊക്കെയാണ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്വാധീന പ്രദേശം ഏറ്റവും കൂടുതൽ നല്ല പാർട്ടി സ്വാധീന പ്രദേശമാണ്. ഇതെല്ലാം ഈ കേന്ദ്രം പോക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കിട്ടും. ഈ 2 പഞ്ചായത്ത് എണ്ണി തുടങ്ങിയാൽ തന്നെ നമുക്കിതിൻ്റെ പോക്ക്. അല്ല, അങ്ങനെ നമ്മൾ ഓരോ പഞ്ചായത്തിൻ്റെയും സ്പെസിഫൈ ആയിട്ട് നമുക്ക് സ്ഥാനാർത്ഥി തലയ്ക്ക് ഞാനിരുന്ന് അങ്ങനെ കണക്കാക്കിയിട്ടില്ല. ഞാൻ തുടക്കം മുതലേ പറയാറുണ്ട്, നല്ല ഭൂരിപക്ഷം ഇവിടെ പതിവിൽ കാണാത്ത ചില കുറേ ആളുകൾ ഇത്തവണ നല്ല പോലെ സഹകരിച്ച് ഒന്ന് പറയുകയും ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് നല്ല ഭൂരിപക്ഷത്തിൽ എത്തും തന്നെയാണ് അതിൻ്റെ. നമുക്ക് കാണാം, നമ്മളെല്ലാവരും ഉണ്ടല്ലോ അവിടെ, നമുക്ക് എല്ലാവർക്കും കാണാം. താങ്ക് യു.